വന്ദനം. ജീവിതത്തിൻ്റെ യാത്ര ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഓരോ വാതിൽപ്പടികളിലും നമ്മളോട് ദൈവവചനം നിത്യം സംസാരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആകുലപ്പെടുന്ന ഒരുപാട് ചിന്തകൾക്ക് ഒപ്പമുള്ള ഒരു ചിന്തയാണ് ഈ ലോകത്തിൽ ഞാൻ എത്രത്തോളം പ്രസക്തനാണ് എന്നുള്ളത്. പലപ്പോഴും അപ്രസക്തരാണ് എന്ന മിഥ്യാധാരണയിൽ എനിക്ക് ഈ ലോകത്തിന് ഒന്നും കൊടുക്കുവാനില്ല, എനിക്ക് ഈ സമൂഹത്തിലേക്ക് ഒന്നും നൽകുവാനില്ല എന്നുള്ള ചിന്തയിൽ ഒഴുമുരം കയറിൽ തങ്ങളുടെ ജീവിതങ്ങൾ അവസാനിപ്പിക്കുന്ന മനുഷ്യജീവിതങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു തമ്പുരാൻ മനുഷ്യജീവിതത്തിൻ്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറവുകളെ പരിഹരിച്ച് അതിനെ തികവുകളാക്കി മാറ്റുന്ന ഒരു അത്ഭുതത്തിൻ്റെ ചിത്രമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഏറെ സുപരിചിതമായ ഒരു വേദഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കർത്താവായ യേശു തമ്പുരാൻ 5 അപ്പം 2 മീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന പുരുഷാരത്തെ തൃപ്തി വരുത്തുന്ന അത്ഭുത പ്രവൃത്തിയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത്. എല്ലാ സുവിശേഷങ്ങളിലും സുവിശേഷകന്മാർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനമായി പറഞ്ഞു വെക്കുന്ന ഒരു അത്ഭുതമാണിത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ വിളിക്കുന്നൊരു പേര് ക്രിസ്തുവിൻ്റെ ശിഷ്യർ എന്നാണ്. ക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ട് അവൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുവാനും അവൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ പേറുവാനുമുള്ള ആഗ്രഹത്തോടെ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ആരാധനയുടെ ശാന്തതയിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നമ്മളെക്കാൾ അധികമായി തിരിച്ചറിയുന്ന ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നുകൊണ്ട് അവൻ നൽകുന്ന ആ സമൃദ്ധിയുടെ അനുഭവത്തെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. എന്നാൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് ആ സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു ദൗത്യം കൂടെയുണ്ട്. നേരം സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരാണ് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇവരെ ഭക്ഷിപ്പാനായി ഗ്രാമങ്ങളിലേക്ക് അയക്കണം. ശിഷ്യന്മാർ ലോകപരമായ കണക്കുകൂട്ടലുകളുടെ അവസാനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് ഇവർക്ക് തികയും മാത്രം ഭക്ഷണം കൊടുക്കുവാൻ നമ്മുടെ കയ്യിലില്ല, ആയതിനാൽ ഇവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കാമെന്ന്. കർത്താവിൽ സ്നേഹമുള്ളവരെ, പൂർണ്ണതയും തികവും നൽകുന്ന ദൈവസന്നിധിയിൽ ലോകത്തിൻ്റെ കണക്കുകൂട്ടലുകൾ വെച്ച് നമ്മൾ വിധി പറയാൻ ശ്രമിക്കുകയാണ്. ശൂന്യതകളുടെയും കുറവുകളുടെയും നിമിഷങ്ങളിൽ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ അവൻ പ്രാപ്തനാണ് എന്ന ബോധ്യം എന്നെയും നിങ്ങളെയും അനുദിനം ഭരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം പ്രവർത്തന മികവുകളുടെ അളവുകോലിൽ ഒരു മനുഷ്യൻ പ്രസക്തനും അപ്രസക്തനുമാകുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിവുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് വിലയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്റെ പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി നിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ അവൻ അതിനെ എടുത്ത് പ്രാർത്ഥിച്ച് വാഴ്ത്തി നുറുക്കി അനേകം ജനത്തിന് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന കൃപയുടെ നീർച്ചാലുകളായി അവ രൂപാന്തരപ്പെടുമെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം: ആരാണ് ക്രിസ്തു ശിഷ്യൻ? ക്രിസ്തു ശിഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഈ അത്ഭുത പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ പറയാം: സമർപ്പണത്തിലൂടെ അസംതൃപ്തിയിൽ നിന്ന് തൃപ്തിയിലേക്ക് നയിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു ശിഷ്യൻ. അസംതൃപ്തിയിൽ നിന്ന് തൃപ്തിയിലേക്ക് നയിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു ശിഷ്യൻ. അവിടെയാണ് ക്രിസ്തു ശിഷ്യൻ്റെ സ്വയാവബോധത്തിൻ്റെ തലം ഉണരേണ്ടത്. തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ശിഷ്യന്മാരെ അത്തരമൊരു ചിന്തയിലേക്ക് കൊണ്ടെത്തിച്ചത് എങ്കിൽ ക്രിസ്തു അവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർക്ക് ഭക്ഷണം നൽകുവാൻ, അവർക്ക് കൃപാവരങ്ങളെ പകർന്നു നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞാനും നിങ്ങളും പലപ്പോഴും ലോകത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ അവരെ പറഞ്ഞയക്കുവാനാണ് വ്യഗ്രതപ്പെടുന്നത്. എന്നാൽ ഇവിടെ ക്രിസ്തു പറയുകയാണ്,
നിങ്ങളാണ് അവർക്ക് ഭക്ഷണം നൽകേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? സ്വയാവബോധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാകുന്ന 5 അപ്പവും 2 മീനും സൂക്ഷിച്ചു വെക്കുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ദൈവസാമീപ്യത്തിൻ്റെയും ദൈവകൃപയുടെയും അനുഗ്രഹങ്ങളാകുന്ന അപ്പവും മീനും സൂക്ഷിച്ചിരിക്കെ എവിടെയാണ് അത് മറ്റുള്ളവരുത്തിന് ഉതകുന്നതാകാതെ പോകുന്നത്? അവിടെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുന്നത്, അതിനെ നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ആ സാധ്യതയെ നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ കണക്കുകൾക്കപ്പുറമായിട്ട് അനേകം മനുഷ്യർക്ക് അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുവാൻ അതിന് സാധിക്കും. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെയൊന്ന് പറയാം, നമ്മുടെ കുറവുകളാണ് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം. നമ്മുടെ കുറവുകളാണ് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം. കാരണം ആ കുറവിനെ തികവാക്കി മാറ്റുവാൻ പറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ധൈര്യവും ഏറ്റവും വലിയ പ്രത്യാശയും. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഇനിയും ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന് പകർന്നു നൽകുവാൻ നമ്മുടെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ട്. എന്താണെന്നുള്ള ചോദ്യത്തിനാണ് മുന്നമേ ഉത്തരം നൽകിയത്. ദൈവസന്നിധിയിൽ നിന്ന് നാം സ്വീകരിച്ച അനുഗ്രഹങ്ങളാകുന്ന അപ്പവും മീനും ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് വാഴ്ത്തി നുറുക്കിയ വിശുദ്ധ കുർബാന എന്ന അപ്പം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ 47-ാം അധ്യായത്തിൽ കാണുന്ന ഒരു ദർശനമുണ്ട്. ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നദി. ആ നദി ചെല്ലുന്നിടത്തെല്ലാം എല്ലാത്തിനെയും വിശുദ്ധമാക്കുന്നത് പോലെ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന നദികളായി യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായി സമർപ്പണത്തിലൂടെ ഈ ലോകത്തിൻ്റെ അസംതൃപ്തികളെ തൃപ്തിയുടെ അളവുകളിലേക്ക് വളർത്തുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.